ടെയൂൺ ആ പബ്ലിഷറെ ചെന്ന് മീറ്റ് ചെയ്യും. എൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ആ ബുക്കിൽ സൈറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ റെക്കോർഡ്സ് ഒന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അത് പബ്ലിഷ് ചെയ്യാനും എനിക്ക് സമ്മതമില്ല. അതുകൊണ്ട് തന്നെ ഈ ബുക്കുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ലീഗലി അതിനെ നേരിടും. ഇത് കേസാവും. അത് കേസായിട്ട് വന്നാൽ നിങ്ങളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് ആകെ പ്രശ്നമാവും. ഇത് താങ്കളുടെ അച്ഛൻ്റെ ബുക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അച്ഛനായിരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റം വരാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ ലീഗൽ കോൺസിക്വൻസസ് നേരിടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇതിന്റെ പബ്ലിഷിങ്ങുമായിട്ട് മുന്നോട്ട് പോകാവൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. അവരന്നേരം തന്നെ കാര്യങ്ങളൊക്കെ അവൻ്റെ അച്ഛനെ വിളിച്ചറിയിക്കും. ജംഗൂൺ എല്ലാ ദിവസവും ഗുഡ് നൈറ്റ് ഒക്കെ വിഷ് ചെയ്യാറുണ്ട്, പക്ഷെ ഹാജിന് അതിനൊന്നും മറുപടി അയക്കാറില്ല. ജംഗൂണിന്റെ ഓഫ് ഡേ അറിയാവുന്നത് കൊണ്ട് അച്ഛൻ അവനെ വിളിച്ചു നോക്കും. ഇന്ന് നിനക്ക് ഓഫീസിൽ പോകണ്ടല്ലോ, വീട്ടിലുണ്ടാവുമോ എന്ന് ചോദിക്കും. എന്നിട്ട് അവനെ കാണാനായിട്ട് ഫ്ലാറ്റിലേക്ക് വരും. അച്ഛൻ സ്വന്തമായിട്ട് പണിത ഒരു കസേരയൊക്കെ അവന് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകാം എന്ന് അവൻ പറയുമ്പോഴത്തേക്കിനും എനിക്ക് കുറച്ച് വെള്ളം മാത്രം മതി എന്ന് പറയും. അപ്പൊ അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജംഗൂൺ ചോദിക്കും. നീ കുഞ്ഞായിരുന്നപ്പോ അനുസരണക്കേട് കാണിച്ചതിന് നിന്നെ അലമാരിയിലിട്ട് പൂട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരിക്കലും നിന്നോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരുപക്ഷെ നീ ഒരിക്കലും അത് മറക്കാൻ സാധ്യതയില്ല. എന്നോട് നീ ക്ഷമിക്കണം. ഞാനത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകാനായിട്ട് തുടങ്ങും. അന്നേരം ജംഗൂൺ അച്ഛൻ്റെ അടുത്ത് പറയും, ഞാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാനായിട്ട് ശ്രമിക്കും. ഇനി അത് ഓർക്കാതിരിക്കാനായിട്ട് ശ്രമിക്കും. എനിക്ക് ഈ കസേര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി മുതൽ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഇതായിരിക്കും എന്ന് പറയും. അപ്പൊ അവൻ അച്ഛനോട് ക്ഷമിച്ചു എന്നുള്ളത് അച്ഛന് മനസ്സിലാവും. സെങ്ഹോ ജംഗൂണിനെ വിളിക്കും. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ജംഗൂൺ ചോദിക്കുമ്പോഴത്തേക്കിനും ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. സെയുടെ അടുത്തുള്ള എൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു. അതൊരിക്കലും നശിക്കുന്ന ഒന്നല്ല എന്ന് ഞാൻ നിനക്ക് പ്രൂവ് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് ഇയാൾ കോള് കട്ട് ചെയ്യും. ജംഗൂൺ അന്നേരം തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറയും. പേ ഫോണിൽ നിന്നാണ് വിളിച്ചതെന്ന് തോന്നുന്നു. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നമ്പറൊക്കെ അയച്ചു കൊടുക്കും. സെങ്ഹോ അവിടുന്ന് വരുന്നത് സെയുടെ റിമെയിൻസ് സൂക്ഷിച്ചേക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടുത്തെ ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിച്ച് അവരുടെ ആഷസ് സൂക്ഷിച്ചേക്കുന്ന ജാറും മോഷ്ടിച്ചിട്ട് അയാൾ അവിടുന്ന് രക്ഷപ്പെടും. പോലീസുകാരെ വിളിച്ച് ലൊക്കേഷൻ പറയുമ്പോൾ തന്നെ ജംഗൂണിന് സംശയം തോന്നും. അവൻ ചെന്ന് നോക്കുമ്പോൾ സംശയം ശരിയാണ്. അവന്റെ കയ്യിലുള്ള സെൽഫോൺ നമ്പറിലേക്ക് ജംഗൂൺ സെങ്ഹോയെ വിളിച്ചു നോക്കും. ഇത്ര പെട്ടെന്ന് നിന്റെ കോള് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ തരുന്ന ഹിൻസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ സെയൂണിനെ എൻ്റെ കൂടെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ലായിരുന്നല്ലോ എന്നൊക്കെയാണ് സെങ്ഹോ അന്നേരം ജംഗൂണിന്റെ അടുത്ത് പറയുന്നത്. നിനക്ക് വേണ്ടുന്നത് എന്നെയല്ലേ? നിന്റെ ദേഷ്യം എന്നോടല്ലേ? എവിടെയാണെന്ന് പറ, ഞാൻ അവിടേക്ക് വരാമെന്ന് ജംഗൂൺ പറയുന്നുണ്ട്. സെങ്ഹോ പറയുന്നത് അതെന്താ നിനക്ക് പേടിയാണോ ഞാൻ ഹാദിനെ എന്തെങ്കിലും ചെയ്യുമെന്ന്? ഇങ്ങോട്ടൊന്നും പറയുകയോ ചോദിക്കുകയോ വേണ്ട, നീ വെയിറ്റ് ചെയ്താൽ മതി, എന്താ വേണ്ടുന്നതെന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. സെയൂണിനെ അവൻ കൊന്ന സ്ഥലത്തേക്കാണ് സെങ്ഹോ പിന്നീട് വരുന്നത്. അവന്റെ കയ്യിലൊരു കത്തിയുണ്ട്. അത് കൈയോടൊക്കെ ചേർത്ത് കെട്ടിയിട്ട് എന്തോ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കും. ജംഗൂൺ ഹാക്കിങ്ങിനെ വിളിച്ചു നോക്കും. ഹാദിന് ഒരു മീറ്റിംഗ് ഉണ്ട്, ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മീറ്റിംഗ് കഴിയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുമോ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനായിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് വരരുത്, അകത്ത് തന്നെ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്ന് പറയും. ലൊക്കേഷൻ കണ്ടുപിടിച്ച അവിടേക്ക് പോലീസുകാരെല്ലാം വരും. അവരുടെ കൂട്ടത്തിൽ ജംഗൂണും വരും. ഞാനും അയാൾക്ക് വേണ്ടിയിട്ട് നോക്കാം എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട, അത് ഡേഞ്ചറസ് ആണ്, അയാള് ഏത് മെന്റൽ സ്റ്റേറ്റിലാണെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പോലീസുകാർ പറയും. നിനക്കൊട്ടും ക്ഷമയില്ലല്ലേ? വെയിറ്റ് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അതിന് പകരം കൂട്ടത്തിൽ കുറെ ആൾക്കാരെയും കൂട്ടിയിട്ടാണല്ലോ വന്നേക്കുന്നതെന്നും പറഞ്ഞിട്ട് സെങ്ഹോയുടെ മെസ്സേജ് ജംഗൂണിന് വരും. അവൻ അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കും റൂഫ് ടോപ്പിൽ സെങ്ഹോ നിൽക്കുന്നത് കാണാം. അന്നേരം തന്നെ പോലീസുകാർക്ക് അയാൾ റൂഫ് ടോപ്പിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ മെസ്സേജ് അയക്കും. ജംഗൂൺ അവിടുന്ന് റൂഫ് ടോപ്പിലേക്ക് വരും. അവിടെ സെയുടെ റിമെയിൻസ് ഇരിക്കുന്നത് കാണും. അവൻ അങ്ങോട്ടേക്ക് വന്നു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ സെങ്ഹോ റൂഫ് ടോപ്പിലേക്ക് ഇറങ്ങാനുള്ള വാതിൽ പൂട്ടിയിടും. സെങ്ഹോ വന്നിട്ട് ആങ്കർ ലീയെ കുത്തി പരിക്കേൽപ്പിക്കും. സെയുടെ അവസാനം വരെ കാണുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ വീണ്ടും കൊല്ലാൻ വേണ്ടിയിട്ട് ആങ്കർ ലീയെ കുത്തും. അന്നേരത്തേക്കാണ് പോലീസുകാരൊക്കെ അവിടേക്ക് വരുന്നത്. പോലീസുകാരെ അടുത്തേക്ക് ചെല്ലുന്ന കാണുമ്പോഴത്തേക്കും അവൻ ജംഗൂണിന്റെ അടുത്ത് പറയും, അവസാനം ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചത് കണ്ടില്ലേ? ജയിച്ചത് ഞാനാണ്, ജയം എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടുന്ന് എടുത്ത് താഴേക്ക് ചാടും. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഹാജിനുമായിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മെസ്സേജ് ഒന്ന് അയച്ചിട്ട് ആങ്കർ ലീയുടെ റിപ്ലൈ കിട്ടുന്നില്ല. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നമുക്ക് കുറച്ചു നേരം കൂടി നോക്കാമെന്ന് അവള് ഹാജിന്റെ അടുത്ത് പറയും. കുറച്ച് കഴിയുന്നുണ്ട് ഹാക്കിങ്ങിന്റെ ഫോണിലേക്ക് ആങ്കർ ലീയുടെ ഫോണിൽ നിന്ന് ഒരു കോള് വരും. അത് അറ്റൻഡ് ചെയ്യുന്നത് ഹാജിനാണ്. പക്ഷെ അവളെ വിളിക്കുന്നത് ഒരു ഡിറ്റക്റ്റീവ് ആണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണ് ജംഗൂണിനെ. വന്നു കഴിയുന്നതന്നെയാണ് സെങ്ഹോയെ പിടിക്കാനായിട്ട് ഇവരെല്ലാം കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എല്ലാം രണ്ടുപേർക്കും മനസ്സിലാകുന്നത്. കണ്ടീഷൻ കുറച്ച് മോശമാണ്, സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമേ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാനായിട്ട് പറ്റൂന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് ഡിറ്റക്റ്റീവ് ഇവരെ അറിയിച്ചു. സർജറി സക്സസ്ഫുൾ ആയിരുന്നു എന്നും
ജംഗ്ഹൂൺ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നും ഡോക്ടേഴ്സ് വന്നിട്ട് അറിയിക്കും. ജംഗ്ഹൂൺ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹാജിന്റെ അടുത്തുണ്ട് അവന് സന്തോഷവും. സെങ്ഹോയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അവർക്ക് പറ്റിയെങ്കിലും ബ്രെയിനിന് ഡാമേജ് പറ്റി, നെർവിന് ഡാമേജ് പറ്റി. അതുകൊണ്ട് കഴുത്തിന് താഴോട്ട് തളർന്നു പോയിട്ടുണ്ട്. അവന് പിന്നീട് ഇനിയിപ്പോ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എന്തെല്ലാം അവസ്ഥകളിൽ കൂടി ജംഗ്ഹൂൺ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടും എത്രമാത്രം ധൈര്യം സംഭരിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞതെന്നൊക്കെ ഹാജിൻ തിരിച്ചറിയുന്നുണ്ട്. 3 വർഷത്തേക്കുള്ള ശിക്ഷയാണ് റിപ്പോർട്ടർ പാർക്കിന് കിട്ടിയത്. പക്ഷെ ആരോ അവന് നല്ലൊരു ലോയറെ പരിചയപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ നേരത്തെ അവന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. മിസ്റ്റർ കിം മിസ് ചോയെ കാണാനായിട്ട് വരും. കോഫിയൊക്കെ കൊണ്ടാണ് വരുന്നത്. കയ്യിലൊരു ബുക്കുണ്ട്. കോഫി കുടിച്ചു കഴിഞ്ഞിട്ട് ആ ബുക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് പുതിയൊരു ബുക്കാണ്, എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് പ്രത്യേകതരം ഒരു കണ്ടീഷനുള്ള ഒരാളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അയാൾ ഒരു ന്യൂസ് ആങ്കർ ആണ്. അയാൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. അയാളൊന്നും മറക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറയുമ്പോഴത്തേക്കിനും മിസ് ചോയ്ക്ക് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാവും. ഇത് നമ്മുടെ ജംഗ്ഹൂണിനെ പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അവൻ നല്ല നോർമൽ ആണല്ലോ, അപ്പൊ എന്തായാലും ജംഗ്ഹൂൺ ആയിരിക്കത്തില്ല, നമ്മുടെ സ്റ്റേഷനിലുള്ള ആരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മിസ്റ്റർ കിം പറയുമ്പോഴത്തേക്കിനും ആ ബുക്ക് ഇവിടെ വെച്ചിട്ട് അടുത്ത ന്യൂസ് സെഗ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് മിസ് ചോയ് ഇയാളെ പറഞ്ഞു വിടും. ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് നീ വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തന്നെ അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് മിസ്റ്റർ കിം അവിടുന്ന് പോകുന്നത്. ഡിസ്ചാർജ് ആകുന്നത് വരെ ജംഗ്ഹൂണിന്റെ കൂടെ ഹാജൻ ഉണ്ടായിരുന്നു. അവൻ എല്ലാം കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ നിറച്ചും റിപ്പോർട്ടേഴ്സ് ആണ്. ഈ പുതിയ ബുക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പറ്റിയാണോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാരെല്ലാം അവന്റെ ചുറ്റും കൂടും. സെക്യൂരിറ്റി ഗാർഡ്സ് പെട്ടെന്ന് തന്നെ വന്ന് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. അപ്പൊ അവനെ ആരോ പുറകിൽ നിന്ന് വീണ്ടും വിളിക്കും. ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ട് ആണെന്ന് മനസ്സിലാക്കി അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് റിപ്പോർട്ടർ പാർക്കാണ്. എനിക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ന്യൂസ് കിട്ടി, അതെന്താണെന്ന് നിനക്ക് അറിയാൻ ആഗ്രഹമില്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്.